ഹലോ, നമസ്കാരം. കവിത സുധാകരൻ. അതെ, ഇന്ന് പഴഞ്ചൊല്ലാണ് പറയണത്. അർത്ഥമുള്ള പഴഞ്ചൊല്ല്. സങ്കടയെ രക്ഷിക്കുന്ന മാനുഷനല്ലോ ബന്ധു, ആപത്തിൽ സഹായിക്കുന്നവനാണ് ബന്ധു. ആപദ്ഘട്ടങ്ങളിൽ സഹായിക്കുന്ന മനുഷ്യരാണ് ബന്ധു എന്ന പേരിന് അർഹരാകുന്നത്. സമ്പദ്ഘട്ടങ്ങളിൽ പിന്നാലെ കൂടി പലതും തട്ടി വിഴുങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊന്നും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല. അവർ തട്ടിച്ചു തിന്നാൻ വേണ്ടി മാത്രം കൂട്ടുകൂടുന്നവരാണ്. വിഷമാവസരങ്ങളിലാണ് ബന്ധുക്കളുടെ തനിനിറം കാണപ്പെടുക. ആ സന്ദർഭങ്ങളിൽ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഓടിയെടുക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. ഇത്തരം ഘട്ടങ്ങളിൽ സഹായിക്കാത്തവർ ബന്ധുവർഗത്തിൽപ്പെട്ടവരായാൽ പോലും ബന്ധുക്കളായി പരിഗണിക്കാൻ പാടുള്ളതല്ല. പഴഞ്ചൊല്ല്: സങ്കടയെ രക്ഷിക്കുന്ന മാനുഷനല്ലോ ബന്ധു, ആപത്തിൽ സഹായിക്കുന്നവനാണ് ബന്ധു. ഒരു പഴഞ്ചൊല്ല് കൂടിയിട്ടാ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, താല്പര്യമുണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാം. ചക്ക പ്ലാവിൻ്റെ തടിയിന്മേലാണല്ലോ ഉണ്ടാവുക, വേരിന്മേൽ ഉണ്ടാകാറില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ വേരിലും കായ്ക്കാൻ സാധിക്കും എന്ന് അതിശയോക്തി പറഞ്ഞതിൻ്റെ താല്പര്യം ഇത്ര മാത്രമേയുള്ളൂ. ആവശ്യബോധമുണ്ടെങ്കിൽ അതിനുള്ള വഴി നാം ആരായുകയും കണ്ടുപിടിക്കുകയും ചെയ്യും. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന ചൊല്ലും ഇതേ ആശയം തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. കാര്യലാഭത്തിന് ഒന്നാമതായി വേണ്ടത് ആവശ്യബോധമാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നു ചേർന്നാലും അതെല്ലാം ഒഴിവാക്കാനും കാര്യങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. ഇഷ്ടമായോ? മിന്നുന്നതെല്ലാം പൊന്നല്ല, മോടിയേറിയതെല്ലാം നല്ലതായിക്കൊള്ളണമെന്നില്ല. നാം പുറം പകിട്ട് കണ്ട് ഭ്രമിക്കരുത്. പുറമേക്ക് അതിസുന്ദരങ്ങളായി കാണപ്പെടുന്നവ എല്ലാം നല്ലതായിക്കൊള്ളണമെന്നില്ല. സ്വർണം തിളക്കമാർന്ന ഒരു ലോഹമാണ് എന്ന് കരുതി മിന്നിത്തിളങ്ങുന്ന വസ്തുക്കളെല്ലാം പൊന്നാണെന്ന് ധരിക്കരുത്. അത് അബദ്ധത്തിനിടയാക്കും. ചിലർ പുറംമോടിയിൽ അന്താളിക്കുന്നവരാണ്. ഇത് മുതലെടുക്കാൻ പലരും പല രൂപത്തിൽ ശ്രമിച്ചു വരുന്നുണ്ട്. അതിലൊന്നാണ് പരസ്യം. പരസ്യത്തിൽ ആകൃഷ്ടരായി അനവധി പേർ അതിൽ കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടാറുണ്ട്. ഈ കെണിയിൽ വീഴാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കണം. ഒരു പഴഞ്ചൊല്ല് കൂടി. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ വള്ളം. ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാമെന്ന വിശ്വാസം. തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അത് മാരകമായി തീരുമല്ലോ. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നുപെട്ടാൽ അതിൻ്റെ മീതെ വഞ്ചിയിൽ സഞ്ചരിക്കാമെന്ന ആത്മധൈര്യം എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ സാധാരണക്കാർ അധികവും പകച്ചു നിൽക്കുകയാണല്ലോ പതിവ്. രക്ഷപ്രാപ്തിക്ക് വിഘാതമായ പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി മുന്നോട്ടു പോകാൻ ആത്മധൈര്യമുണ്ടാകണം. ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമുള്ളവർക്ക് കാര്യങ്ങൾ ശരിയായി നിർവഹിക്കുവാനാവും. അമ്പരന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും ശരിയായി നിറവേറ്റാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മധൈര്യം വളർത്തിയെടുക്കാൻ നാം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല.
കഠിനങ്ങളായ കഷ്ടതകളെ തരണം ചെയ്തവർ നിസ്സാര ദുരിതങ്ങളിൽ വിഷമിക്കുകയില്ല. സസ്യജാലങ്ങൾക്ക് മുളച്ചു വരാൻ തീ എപ്പോഴും പ്രതിബന്ധമാണ്. അത്രയും കടുത്ത പ്രതിസന്ധിയെയും മറികടന്ന് മുളച്ചു വരാൻ സാധിച്ച ചെടിക്ക് അതിലെത്രയോ നിസ്സാരമായ വെയിൽ തളർച്ചയോ വാട്ടമോ വരുത്തി തീർക്കുകയില്ല. ഗുരുതരമായ വിഷമതകൾ അനുഭവിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് നിലനിൽക്കാൻ കഴിഞ്ഞ ഒരുവനെ അതിലും ചെറിയ തോതിലുള്ള ക്ലേശങ്ങൾ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും. ഒരിക്കലും അവനെ അത് തളർത്തുകയില്ല. ബാല്യത്തിൽ കഷ്ടതകളെ നേരിടാൻ കുട്ടികൾ ശീലിക്കണം. കോരിയ കിണറ്റിലെ ഉറവുള്ളൂ. വിദ്യ കൊടുക്കുന്തോറും വർദ്ധിക്കുന്നു. കോരിയെടുക്കുന്തോറും കിണറ്റിൽ ഉറവ് വർദ്ധിച്ചു വരും. ഉറവ് ശരിയായി പ്രവർത്തിക്കുന്നത് അതെടുക്കുന്നതിനനുസരിച്ചായിരിക്കും. വിദ്യയെ സംബന്ധിച്ച് ഇത് വളരെ ശരിയാണ്. മറ്റു ധനത്തേക്കാൾ വിദ്യാധനത്തിന് മഹത്വമുണ്ടല്ലോ. അത് നാം അന്യർക്ക് പകർന്നു കൊടുക്കുന്തോറും നമ്മുടെ അറിവ് വർദ്ധിച്ചു വരികയേയുള്ളൂ. മറ്റു ധനം എടുക്കുന്തോറും കുറയുകയാണല്ലോ പതിവ്. വിദ്യാധനമാകട്ടെ ഒട്ടും കുറയുകയില്ലെന്നു മാത്രമല്ല വർദ്ധിക്കുകയും ചെയ്യും. വെള്ളം കോരിയെടുക്കുമ്പോൾ കുറയുകയാണല്ലോ ചെയ്യുക. എന്നാൽ ഉറവയുണ്ടാകുന്നതിനാൽ ജലം വർദ്ധിക്കുകയാണിവിടെയും ചെയ്യുന്നത്. ദാനം ചെയ്യുന്നവരുടെ സമ്പത്തും വർദ്ധിക്കുന്നത് കാണാം. ഇന്ന് ഇത്രയും മതി. ഇനി നാളെ കാണാം കേട്ടോ. താങ്ക് യു.